ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു യുദ്ധം നടന്നു. ഒരാൾ ഫോളോ ചെയ്യാൻ പറയുന്നു, മറ്റേയാൾ അൺഫോളോ ചെയ്യാൻ പറയുന്നു. സന്ദീപ് വാര്യരാണ് കഥാപാത്രം. സന്ദീപ് വാര്യരെ ഫേസ്ബുക്കിൽ അൺഫോളോ ചെയ്യാൻ ബി.ജെ.പി. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇന്നുണ്ടായി. ഫോളോ ചെയ്യാൻ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക്. സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവേശനം നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് 3,18,000 ഫോളോവേഴ്സാണ്. എന്നാൽ ബി.ജെ.പി. ക്യാമ്പയിന് പിന്നാലെ 2,95,000 അത് കുറഞ്ഞു, അല്ലെങ്കിൽ കുറച്ചു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സലീം, ഫോളോ ആൻഡ് അൺഫോളോ അതും ഒരു യുദ്ധമുറയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, തീർച്ചയായും. അതായത് സോഷ്യൽ മീഡിയയിലെ ഈ ആക്ടിവിറ്റികൾ, അതായത് പൊളിറ്റിക്കൽ ഫൈറ്റ്, അത് മറ്റൊരു തലത്തിൽ മാറുകയാണ്. നേരത്തെ പി സരിൻ കോൺഗ്രസ് വിട്ട് LDF സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു അൺഫോളോ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസിന് പി സരിൻ്റെ കുറച്ച് ലൈക്കുകൾ കുറയ്ക്കാൻ സാധിച്ചിരുന്നു. അതേസമയം LDF സമാനമായി ഫോളോ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കൂടുതൽ ഫോളോവേഴ്സും BJP പ്രവർത്തകരായിരുന്നു. ആ BJP പ്രവർത്തകർ അൺഫോളോ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുന്ന സമയത്ത് 318K ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് BJP അൺഫോളോ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് അത് 295K, അതായത് 2,95,000 ഫോളോവേഴ്സിലേക്ക് ആ എണ്ണം കുറച്ചു. അതിന് പിന്നാലെയാണ് കോൺഗ്രസിലേക്ക് എത്തിയവരെ എങ്ങനെയും കൂടെ ചേർത്ത് നിർത്തും എന്ന പേരിൽ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ മറ്റൊരു ക്യാമ്പയിൻ ആരംഭിച്ചത്. സന്ദീപ് വാര്യരെ ഫോളോ ചെയ്യാനുള്ള ക്യാമ്പയിനാണ് ആരംഭിച്ചത്. ഈ ക്യാമ്പയിനിലൂടെ ഇപ്പോൾ ഏറെക്കുറെ ആ 2,95,000 എന്ന നിലയിൽ BJP കുറച്ച ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ 3 ലക്ഷത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം BJPയുടെ ക്യാമ്പയിൻ മറുവശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരായ വലിയ വിഭാഗം ആളുകൾ സന്ദീപ് വാര്യരെ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ഫേസ്ബുക്കിൽ സന്ദീപ് വാര്യർ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷനും, ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷൻ, അത് BJPയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ BJP കേരള സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ റൈറ്റർ വാട്സാപ്പ് ചാനൽ ലിങ്ക് എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ റൈറ്റർ എന്നുള്ളതാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും വലിയ സ്വാധീനം വോട്ടർമാർക്കിടയിൽ ചെലുത്താൻ കഴിയുമെന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു മത്സരം നടക്കുന്നത്. എന്തായാലും ആ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് കാണാനും ഒരു കൗതുകമാണ്. കാരണം 318Kയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അതേസമയം ഇനിയും BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട്. SKN. സലീം മാലിക്കാണ് നമുക്കൊപ്പം ചേർന്നത്.